കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ അവരെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഇതുണ്ടോ, ഇത് എൻ്റെ മോളാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് നമ്മുടെ അതിഥികൾ. എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ നാട്ടിൽ വാൽമാക്രി എന്ന് പറയുന്ന സാധനമാണിത്. ഇവർ ഇതിനെ വളർത്തണുണ്ടോ? Like that, and that's all you do. You just sprinkle that in there. Okay. And that's all you need to do. Yeah. So how many times? Just once. Once in a day. Yeah, and I said, and there's really big. See this one? ഈ ഉള്ളിൽ ഒരെണ്ണം തവളയായിട്ട് മാറിയിട്ടുണ്ട്. എന്താ എണ്ണം തവളയായിട്ട് മാറിയിട്ടുണ്ട്. അത് തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചാടി പോഞ്ഞാൽ കേട്ടോ. ചാടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം ചാടൂല, കുറച്ചൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വന്ന അതിഥി. വെച്ചാൽ അവർ 2-3 ദിവസത്തേക്ക് നാട്ടിൽ ഹോളിഡേക്ക് പോവാണ്. ഹോളിഡേ അല്ല, അപ്പോൾ അവർക്ക് എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ദൂരം പോവാണ്. അപ്പോൾ നമ്മളൊന്ന് ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പറഞ്ഞ്, അപ്പോൾ അങ്ങനെ നമുക്ക് വന്ന അവരുടെ വളർത്ത് എന്താ പറയുക, പെറ്റ് അല്ലേ, അവരുടെ പെറ്റാണിത്. നമ്മുടെ സ്വന്തം വാൽമാക്രികളാണ്. കിടക്കണണ്ട. അപ്പോൾ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാണ്. അപ്പോൾ 2 ദിവസത്തേക്ക് പിള്ളേർക്ക് പണിയായി. There's a frog. There's the frog. Yeah, if you can watch daily, you can see them turning into frog. Up, the eyes is up. So it's looking for to jump. Can I go for another ride? Some of the frogs are really big. Yes. Oh, there's a frog. It's eating a fly. It's eating a fly. I think it's frozen. Frozen now? Yes. Because of that. No. It's right here. പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. പിള്ളേർ അതിൻ്റെ പുറകെ. അപ്പോൾ ഞങ്ങളിവിടെ കിച്ചൺ ക്യാബിൻ്റെ ഒക്കെ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അവർ വന്നത്. ഞങ്ങൾ ഇവിടെ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടേക്കുള്ള കിച്ചൺ ഞങ്ങൾ തന്നെ പണിയാണ്. നമുക്കിവിടെ അതിനുള്ള ഇതുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കിച്ചൻ്റെ ഫുള്ള് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് ഫുള്ള് എല്ലാം സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്യാബിനറ്റുകൾ. ഞാൻ ക്യാബിനറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും പിള്ളേരും കൂടെ ആയിരുന്നു ക്യാബിനറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ബാക്കി സാധനങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. കുറച്ച് പണിയുണ്ട്. ഇതിൻ്റെ ബാക്കി പണികളൊക്കെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വേറൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്. കിച്ചൻ്റെ പണി നടക്കുന്നത് കാണിച്ചു തരാം. കിച്ചൻ ഞങ്ങൾ ഒരു റൂം ഉണ്ടായിരുന്നത് കിച്ചനാക്കി മാറ്റിയെടുക്കുകയാണ്. മൊത്തം ഇവിടെ അലങ്കോലമാണ്. ഇതാണ് കേട്ടോ വാട്ടർ ഹീറ്റർ. ഈ കാണുന്നതാണ് ഇവിടുത്തെ പണ്ടുണ്ടായിരുന്ന ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ. ന്യൂസിലാൻഡിലൊക്കെ ഉള്ള മിക്ക വീടുകളിലുള്ള വാട്ടർ ഹീറ്ററാണ്. ഇതാണ് ഇവിടുത്തെ വാട്ടർ ഹീറ്റർ. ഇത് ഞാനിവിടെ റിമൂവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഹീറ്റിങ്ങിലോട്ട് മാറ്റിയതാണ്. ഇതുപോലത്തെ ഒരു ടാങ്കിൽ വെള്ളം എപ്പോഴും ചൂടായി കിടക്കുക ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് കിച്ചണിലേക്കും ബാത്റൂമിലേക്കും വരികയാണ് ചെയ്യുന്നത്. ഇത് 180 ലിറ്ററിൻ്റെ ഒരു ടാങ്കായിരുന്നു. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഗ്യാസ് വെള്ളം തീരുമായിരുന്നു. അപ്പം അതാണ് ഞങ്ങൾ മെല്ലെ ഗ്യാസിലേക്ക് മാറ്റി. കാണിച്ചു തരാം. അത് ഇതുണ്ടോ കേട്ടോ ഗ്യാസിൻ്റെ വാട്ടർ ഹീറ്റിങ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ആയിട്ട് മൊത്തം അലങ്കോലാണ്. പിന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ മെല്ലെ കിച്ചൻ്റെ പണി തുടങ്ങാൻ പോവാണ്. ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ കിച്ചണാക്കി എടുക്കുന്നത്. ഇതൊരു പഴയ കോൾഡ് റൂമായിരുന്നു. കോൾഡ് റൂമും ലോണ്ട്രിയും കൂടി ആയിരുന്നു. ഇപ്പോൾ ഇതാ ഇത്രയും പൊളിച്ച് കഴിഞ്ഞു. ഇത് പൊളിച്ചിട്ട് ഇനി ഇതാ പ്ലംബിങ്ങിൻ്റെ പണി കഴിഞ്ഞു. വയറിങ്ങിൻ്റെ പണി അത്യാവശ്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഈ വാൾ പൊളിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വന്തം തന്നെ കേട്ടോ വാളൊക്കെ ചെയ്യുന്നത്. വാളെല്ലാം പറിച്ച് കളഞ്ഞു. അപ്പോൾ അതൊക്കെ അവിടെ അടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ അവിടെ പൊളിക്കാനുണ്ട്. ഇനി ബാക്കിയും കൂടെ പൊളിക്കാനുണ്ട്. ഈ ഭാഗമൊക്കെ പൊളിച്ചെടുക്കണം. പൊളിച്ചിട്ട് ഇനി ഇവിടെ പുതിയ ബോർഡ് വെക്കും. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ എന്താ പറയുക ഇൻസുലേഷൻ ഇടുന്നവരുടെ തണുപ്പ് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മൾ സ്വന്തം തന്നെയാണ് ഇതൊക്കെ ചെയ്യാൻ പ്ലാനിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പം പുള്ളിയെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളുടെ അടുത്ത ദിവസം ഇതിപ്പോൾ പ്ലംബിങ്ങിന് വേണ്ടി കഴിഞ്ഞ ദിവസം കുത്തി പൊളിച്ചതാണ്. എന്താ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഗ്യാസ്. നമുക്ക് നാട്ടിലെ പോലെയല്ല. ഇവിടെ ഗ്യാസ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഗ്യാസ് ഫിറ്റ് ചെയ്യാനൊക്കെ പെർമിഷനുള്ള ആൾക്കാരെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഉണ്ടല്ലേ. ഇതാണ് LPG ഗ്യാസ് വരുന്നത്. ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് എടുക്കുന്നത്. ഇത് പുറത്ത് വെച്ചിരിക്കുന്ന സിലിണ്ടറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ഷൻ ഇട്ട് വെച്ചേക്കുന്നതാണ്. നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ തന്നെ വന്ന് സെറ്റ് ചെയ്ത് തരണം. അഥവാ എന്തെങ്കിലും തീപിടുത്തം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ.
വീടിൻ്റെ അത് നമ്മുടെ ഇൻഷുറൻസിനെ ബാധിക്കും. അതാണ് ഇവിടെ എല്ലാ വീടിനും ഇൻഷുറൻസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ലോൺ എടുത്തതായതുകൊണ്ടേ. ഇതാട്ടോ ഗ്യാസിൻ്റെ വാട്ടറിൻ്റെ ഹീറ്റിങ്ങിൻ്റെ കൺട്രോളർ. ഇപ്പോൾ 40 ഡിഗ്രിയിലായിട്ടേക്കണത്. സമ്മർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പണിയാണ്. ഈ കിച്ചൻ്റെ ഫുള്ള് വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, തീർച്ചയായും കാണണം. കിച്ചൺ കാരണം മുഴുവൻ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നമുക്കുള്ള ഒരു സൗകര്യമില്ല. നമ്മുടെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിയ പാത്രങ്ങളൊക്കെ അല്ലേ. ഇവിടെ ഒരു പ്രായമായ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ ജസ്റ്റ് രാവിലെ ഒരു ടോസ്റ്റ് ഉണ്ടാക്കും. പിന്നെ മെയിനായിട്ടുള്ള കുക്കിംഗ് ഒക്കെ ഇവർ ഓവനിലാണല്ലോ ചെയ്യുന്നത്. നമ്മളെല്ലാം ഈ സ്റ്റൗവല്ലേ ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ മറ്റേ കിച്ചൻ്റെ പരിപാടി നമ്മൾ നോക്കിയത്. മേടിച്ചപ്പോൾ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വിലയൊത്ത് കിട്ടിയപ്പം ബാക്കി പണി ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതാ പ്ലംബിങ്ങുകാർ കഴിഞ്ഞ ദിവസം വന്നിട്ട് പഴയ വാട്ടർ ഹീറ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ പറിച്ചു കളഞ്ഞതാണിത്. ഇത് ചെമ്പിൻ്റെ ഇതാണ്, പൈപ്പാണ്. അയാൾ പറഞ്ഞു നിങ്ങൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ 1 മണിക്കൂറിൻ്റെ പുള്ളിയുടെ 1 മണിക്കൂറിൻ്റെ പൈസ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിനി കൊണ്ട് കൊടുക്കണം അടുത്ത ദിവസം. ഇതാ ഞാൻ നേരത്തെ കാണിച്ച ഗ്യാസ് ഹീറ്റിങ്ങിൻ്റെ സിസ്റ്റം. ഇത് കണ്ടില്ലേ, ഇത് ഗ്യാസ് സിലിണ്ടർ 45 കിലോയുടെ ഗ്യാസ് സിലിണ്ടറാണിത്. അതിന് 2 എണ്ണം ഉണ്ട്. അതിന് കണക്ഷൻ വരും. നേരെ ഇവിടെ വന്ന് കണ്ടില്ലേ, ഇതിലാണ് വെള്ളം ചൂടാവുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ ഗ്യാസ് കയറി കത്തിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ചൂടാവുന്നത്. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. അവിടെ പുള്ളി തുറന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് വയറിങ് നമ്മളിവിടെ ഗ്യാരേജിൽ നിന്ന് എടുത്തേക്കാണ്. ഒരു പ്ലഗ് പിടിപ്പിക്കാനുണ്ട്. അവിടെ പുറത്ത് പിടിപ്പിക്കുന്ന പ്ലഗ് മറ്റേ വാട്ടർ പ്രൂഫായിട്ടുള്ള വെതർ പ്രൂഫായിട്ടുള്ള പ്ലഗ് വേണം, ഇല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. ഇത് കണ്ടില്ല. അതുപോലെ ഇതിനകത്തൂടെ പുകയായിട്ട് വരില്ല, മണം വരും. അത് കാരണം ജനലിൻ്റെ അടുത്തുനിന്ന് ഇത്ര വിട്ടിട്ട് തുറക്കാൻ പറ്റുന്ന ജനലിൻ്റെ അവിടെ നിന്ന് ഒരു ഇത്ര വിട്ടിട്ട് ഇത് തുറക്കാൻ പറ്റത്തില്ല. ജനൽ ഇത് തുറക്കാൻ പറ്റുള്ളൂ. അപ്പം ആ 2 ജനലിൻ്റെ അവിടെ നിന്ന് തുറക്കാൻ പറ്റുന്ന 2 ജനലിന് ഇത്ര ഗ്യാപ്പിലേ അവർ വെക്കുകയുള്ളൂ. അങ്ങനെ ഭയങ്കര റൂൾസൊക്കെയാണ് കേട്ടോ. സ്മെല്ലുണ്ട്, നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോഴുള്ള സ്മെല്ലില്ലേ, അപ്പം നല്ലോണം കത്തുപോയി. അപ്പം നല്ല സ്മെല്ല് വരും. ഇതിൽ കൂടെ തണുത്ത വെള്ളം വരും, ചൂടായിട്ട് ഇതിൽ കൂടെ വരും. അതിൻ്റെ ഉള്ളിലെടുത്തത് ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആഡ് ചെയ്യാം. കഴിഞ്ഞ ദിവസം പുള്ളി വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കാണിച്ചു തരാം. ഈ കാണുന്ന കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ കണ്ടില്ലേ, പുള്ളി അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പുള്ളി അതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ വന്നപ്പോൾ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തതായിരുന്നു. ഫുള്ള് സാധനമായിട്ട് അവരുടെ 2 വണ്ടിയിൽ ഫുള്ള് സാധനമായിട്ടാണ് വരുന്നത്. ഇതുപോലെയാണ്. കാരണം കഴിഞ്ഞ ദിവസം റൂഫിൻ്റെ ചെയ്തപ്പോഴും ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വണ്ടിക്കകത്ത് ഫുള്ള് ഒരു വണ്ടി വരിക, വണ്ടിക്കകത്ത് എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് പാർക്ക് ചെയ്തിടും, സാധനം എടുക്കും എല്ലാം. ഇവർക്ക് പ്ലംബർമാർക്കാട്ടോ ഇവിടെ ഒടുക്കത്തെ പൈസ. അവർക്ക് മണിക്കൂറിന് ഭയങ്കര എക്സ്പെൻസാണ് പ്ലംബർമാരെ കിട്ടാൻ. ഇലക്ട്രീഷ്യന്മാർ കുറച്ചും കൂടെ പൈസ കുറവാണ്. പക്ഷേ പ്ലംബർമാർക്ക് ഇവിടെ മണിക്കൂറിന് നല്ല പൈസയാണ്. ഒരു രക്ഷയില്ല. കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ ഉള്ള ചെക്കന്മാരൊക്കെ മിക്കവരും സ്കൂൾ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടിക്കാണ് പോകുന്നത്. കാരണം നല്ല പൈസ, നല്ല വരുമാനമാണ്. അത്യാവശ്യം എന്ന് വെച്ചാൽ ഇവിടെ കിട്ടാനില്ല. അവരൊക്കെ ഇതിപ്പോൾ ഞാൻ 1 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ട അപ്പോയിൻമെൻറ്റാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ആലോചിക്കണമെങ്കിൽ എന്തുമാത്രം ടൈറ്റാണെന്നുള്ളത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല പൈസ കേട്ടോ പ്ലംബർമാർക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇപ്പോൾ തൽക്കാലം. ഇതാണ് കേട്ടോ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന വാട്ടർ ഹീറ്റർ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്.